ഹായ്, ബാങ്കിങ് സിംപ്ലിഫൈഡിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക് ബാങ്കിങ് വളരെ സുപരിചിതമാണ് നമുക്കെല്ലാവർക്കും. മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ്, UPI ബാങ്കിങ് എന്നുള്ള രീതിയിലെല്ലാം തന്നെ ഇടപാടുകാർ തങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ തനിയെ ചെയ്യുന്ന രീതിയിലുള്ള ഇടപാടുകളാണ് ഇപ്പോൾ ബാങ്ക് ഇടപാടുകളിൽ അധികവും. ഇത് ഇടപാടുകാർ ചെയ്യുന്നത് തങ്ങളുടെ പാസ്വേഡ്, യൂസർ നെയിം, പിൻ, OTP മുതലായിട്ടുള്ള ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇങ്ങനെ നടത്തുന്ന ഇടപാടുകളിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നതായിട്ട് നമുക്കറിയാം. ആ രീതിയിലുള്ള പരാതികളും ധാരാളം ഇപ്പോൾ വരുന്നുണ്ട്. ഈ പരാതികളിൽ അല്ലെങ്കിൽ ഈ നഷ്ടം ആര് വഹിക്കും, ബാങ്കുകൾ ഈ നഷ്ടം വഹിക്കുമോ എന്നുള്ള ഒരു ഡിസ്കഷൻ നിലവിലുണ്ട്. പക്ഷേ നിലവിലുള്ള നിയമം അനുസരിച്ച് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഇടപാടുകാർ തങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, OTP അല്ലെങ്കിൽ പിൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റായി ഉപയോഗിച്ചുകൊണ്ടോ ആണെങ്കിൽ ഈ നഷ്ടം ബാങ്കുകൾ വഹിക്കില്ല. അത് ഇടപാടുകാരുടെ തെറ്റായിട്ട് തന്നെ കണ്ടുകൊണ്ട് ആ നഷ്ടം ഇടപാടുകാർ തന്നെ വഹിക്കണമെന്നാണ് നിലവിലുള്ള നിയമം. എന്നാൽ ഈ കാര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുനഃപരിശോധന നടത്തിയിരിക്കുകയാണ്. അതനുസരിച്ച് ഒരു കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. പുതിയ വിജ്ഞാപനം അനുസരിച്ച് ഇടപാടുകാർക്ക് ഇലക്ട്രോണിക് ബാങ്കിങ്ങിൽ വരുന്ന ഇടപാടിൻ്റെ നഷ്ടം 50,000 രൂപയുടെ ഉള്ളിലാണെങ്കിൽ, 50,000 രൂപയിൽ ഉള്ളിൽ നടക്കുന്ന ഇടപാടുകളാണെങ്കിൽ അവിടെ 25,000 രൂപ വരെ നഷ്ടപരിഹാരം നൽകുവാനുള്ള ഒരു തീരുമാനമാണ് കരട് വിജ്ഞാപനത്തിൽ ഇറക്കിയിട്ടുള്ളത്. ഇവിടെ ഇടപാടുകാരുടെ തെറ്റുകൊണ്ടാണെങ്കിൽ പോലും ഈ കോമ്പൻസേഷൻ ലഭിക്കുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ബാങ്ക് ഇടപാടുകാർക്കും ബാങ്കുകൾക്കും മറ്റ് താല്പര്യമുള്ള ആർക്കും തന്നെ ഈ കരട് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ ഏപ്രിൽ മാസം 6-ാം തീയതി വരെ സമയമുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന അഭിപ്രായങ്ങളും കൂടെ പരിശോധിച്ചുകൊണ്ട് അന്തിമ വിജ്ഞാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വൈകാതെ ഇറക്കുന്നതാണ്. ഈ വിജ്ഞാപനം ഇറക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാബല്യം ജൂലൈ മാസം 1-ാം തീയതി മുതലായിരിക്കും. ബാങ്കിങ് സിംപ്ലിഫൈഡിൻ്റെ അടുത്ത എപ്പിസോഡുമായി അടുത്ത തവണ കാണാം. താങ്ക് യു വെരി മച്ച്.